ഹലോ, നമസ്കാരം. ഞാനിന്നിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നൊരു കാര്യം പലർക്കും അനുഭവം വന്നിട്ടുള്ള കാര്യങ്ങളായിരിക്കും. കാര്യം വേറൊന്നുമല്ല, ഇവിടെ ഗ്രൗണ്ടിൽ നമ്മൾ ടെസ്റ്റിന് കയറുന്നതിന് മുമ്പ് നിങ്ങൾ ആശാന്മാർ നല്ല രീതിയിൽ 8ഉം 8ഉം റോഡ് ടെസ്റ്റും എല്ലാം പറഞ്ഞും കാണിച്ചും തന്നിട്ടുള്ളവരായിരിക്കും. അത് പോരാഞ്ഞിട്ട് ടെസ്റ്റിൻ്റെ 2 ദിവസം മുമ്പ് ഇല്ലെങ്കിൽ തലേ ദിവസം ചിലർ, എല്ലാവരുടെയും കാര്യം പറയുന്നില്ല, ചിലർ അവരുടെ സ്വന്തം വണ്ടി അവരുടെ വീട്ടുകാരുമായി ഇല്ലെങ്കിൽ അച്ഛൻ ഇല്ലെങ്കിൽ അമ്മ അവരുമായിട്ട് ഇല്ലെങ്കിൽ അങ്കിള് ആരെങ്കിലുമൊക്കെ ആയിട്ട് അവരുടെ വീട്ടിലെ വണ്ടിയിൽ വന്ന് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു രീതി നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞ ദിവസം ഇവിടെ മറ്റു ബുദ്ധിമുട്ട് ഉണ്ടായി, അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇതേപോലെ വീട്ടിൽ ഉപയോഗിക്കുന്ന വണ്ടി കൊണ്ടുവന്ന് പ്രാക്ടീസ് ചെയ്യുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല, പ്രാക്ടീസ് ചെയ്യണം, അങ്ങനെ എടുക്കാം, ഒരു വിഷയമില്ല. എന്നാലും ടെസ്റ്റിൻ്റെ തലേ ദിവസം വരെ ഡ്രൈവിംഗ് സ്കൂളിലെ വണ്ടിയിൽ പ്രാക്ടീസ് ചെയ്തവർ അതിൻ്റെ തലേ ദിവസം നിങ്ങളുടെ വണ്ടിയുമായിട്ട് ഗ്രൗണ്ടിൽ വന്ന് എട്ടെടുക്കുകയും പ്രാക്ടീസ് ചെയ്യുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വണ്ടിയിൽ ചിലപ്പോൾ നല്ല രീതിയിൽ എടുക്കാൻ പറ്റില്ല. കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന രീതി ആശാന്മാർ നിന്ന് കറക്റ്റായിട്ട് 2 വീലർ ആണെങ്കിൽ പോലും 4 വീലർ ആണെങ്കിൽ പോലും എട്ടെടുക്കുന്ന രീതിയൊക്കെ നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി തരും. നിങ്ങൾക്കത് പോരാതെ നിങ്ങൾ ചെയ്യുന്നത് വീട്ടിലെ വണ്ടിയുമായിട്ട് വന്ന് നിങ്ങൾ അങ്കിളായിട്ടോ ഇല്ലെങ്കിൽ വേറെ ആരെങ്കിലുമൊക്കെ ആയിട്ടോ വന്ന് എടുക്കും. അങ്കിളുടെ രീതിയിലായിരിക്കും പറഞ്ഞു തരുന്നത്. ഇവിടെ പലർക്കും അങ്ങനെ ഇവിടെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്കിള് ചിലപ്പോൾ നല്ല ഡ്രൈവറാണ്, സമ്മതിച്ചു, പക്ഷേ അദ്ദേഹം വരുന്നത് അദ്ദേഹത്തിൻ്റെ രീതിയിലായിരിക്കും പറഞ്ഞു തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആശാൻ പറഞ്ഞു തന്നതുമായിട്ട് വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങാനും ചിലപ്പോൾ കാലുകുത്തുകയോ കമ്പി തട്ടുകയോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നുകൂടെ ടെൻഷൻ കൂടുകയാണ്. അപ്പോൾ ടെസ്റ്റിൻ്റെ അന്നത്തെ ദിവസം ഇവിടെ വന്ന് വെപ്രാളമായിരിക്കും. എന്ന് പറഞ്ഞാൽ ഇന്നലെ അവരുടെ വണ്ടിയിലെടുത്തു, അപ്പോൾ അതിനകത്ത് എടുക്കാനായിട്ട് പറ്റുന്നില്ല. കാരണം വേറൊന്നുമില്ല, ഡ്രൈവിംഗ് സ്കൂളിലെ വണ്ടിയിൽ എടുക്കാൻ നേരത്തൊക്കെ ആ രീതിയിൽ അവർ കാണിച്ചും പറഞ്ഞും തന്നിട്ടുണ്ട്. നിങ്ങളത് ഫോളോ ചെയ്യാതെ നിങ്ങൾ അങ്കിളും ഇല്ലെങ്കിൽ അച്ഛനോ അമ്മയോ ആരെങ്കിലുമൊക്കെ പറഞ്ഞു തരുന്ന രീതിയിൽ നിങ്ങൾ പ്രാക്ടീസ് എടുക്കും. ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഗ്രൗണ്ടിൽ വന്നു കഴിഞ്ഞാൽ അങ്ങനെയുള്ളവർ പലരും തോൽക്കാറാണ് ഇവിടെ പതിവ്. അതുകൊണ്ട് ടെസ്റ്റിന് കയറുന്നവർ കഴിവതും നിങ്ങളുടെ ആശാന്മാരെങ്ങനെയാണോ പറഞ്ഞു തന്നിരിക്കുന്നത് അത് തന്നെ ഫോളോ ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ ടെസ്റ്റിന് മുമ്പായിട്ട് നിങ്ങളെ ഫ്രണ്ട്സിനെയോ ഇല്ലെങ്കിൽ ടെസ്റ്റിന് കയറി തോറ്റവരെയൊക്കെ വിളിച്ച് സംശയങ്ങൾ ചോദിക്കും. ഒരു കാരണവശാലും അങ്ങനെ സംശയം ചോദിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആശാന്മാരെ തന്നെ വിളിച്ച് നിങ്ങളെ ഡൗട്ട് ക്ലിയർ ചെയ്യാവുള്ളൂ. ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട് ചിലപ്പം 1-2 പ്രാവശ്യം തോറ്റവരായിരിക്കും. അപ്പോൾ അവർ പറഞ്ഞു തരുന്നത് ആദ്യം നെഗറ്റീവാണ്. എൻ്റെ പൊന്നു മോളെ, ഞാൻ എടുക്കാൻ പെട്ട പാട് ഇല്ലെങ്കിൽ 8 എടുക്കാൻ പെട്ട പാട് എനിക്ക് അറിയൂ, വലിയ പാടാണ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ നിങ്ങൾ എത്ര നന്നായിട്ട് എടുക്കുന്നവരാണെങ്കിൽ പോലും നിങ്ങളുടെ മനസ്സ് അവിടെ തീരും. അപ്പോൾ ഫസ്റ്റ് ചാൻസിൽ തന്നെ പാസ്സായ ഒരാളെ വിളിച്ച് ചോദിക്കുകയാണെങ്കിലോ, അപ്പോൾ അവർ പറഞ്ഞു തരുന്നത് സിമ്പിളാണ്, ധൈര്യമായിട്ട് കയറി എടുക്കുക എന്നേ അവർ പറഞ്ഞു തരത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഒരു കാരണവശാലും ആരെയും ടെസ്റ്റിനെക്കുറിച്ച് വിളിച്ച് അഭിപ്രായം ചോദിക്കാതെ സംശയം ചോദിക്കാതെ നിങ്ങളെ ആരാണോ പഠിപ്പിച്ചത് അദ്ദേഹത്തെ വിളിച്ച് ടെസ്റ്റിനെക്കുറിച്ചുള്ള സംശയങ്ങൾ ചോദിക്കാവൂ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഒന്നും കൂടെ പറയാനുള്ളൂ. അപ്പോൾ നിങ്ങൾ ഡ്രൈവിംഗ് പഠിച്ച ഏത് വണ്ടിയിലാണ് ആ വണ്ടിയിൽ തന്നെ നിങ്ങൾ ടെസ്റ്റ് നടക്കുന്നത് വരെ പ്രാക്ടീസ് അതിനകത്ത് ചെയ്യുക. അതുപോലെ തന്നെ മറ്റുള്ളവരടുത്ത് വിളിച്ച് ചോദിക്കാതെ എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾ ആശാന്മാരടുത്ത് തന്നെ വിളിച്ച് ചോദിച്ച് കറക്റ്റ് ചെയ്ത് പോകുക. ഓക്കെ, ബൈ.